കണ്ടല്ലോ, അംശബന്ധവും അനുപാതവും റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളോട് ചോദിക്കാറുള്ളതാണ്. 2a is equal to 4b is equal to 5c. a is equal to b is equal to c എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഇതിന്റെ വാല്യൂ കാണാനാണ് നമ്മളോട് പറയുന്നത്. അതായത് 2a 4b 5c എന്നുള്ളത് എന്താണ്, ഏതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് ഈക്വൽ ആണ്. അതായത് 2a ഈക്വൽ ടു k ആണ് എന്നുണ്ടെങ്കിൽ a ഈക്വൽ ടു എന്തായിരിക്കും, k/2 ആയിരിക്കും. സിമിലർലി 4b ഈക്വൽ ടു k ആണെന്നുണ്ടെങ്കിൽ b എന്തായിരിക്കും, k/4 ആയിരിക്കും. അതേപോലെ 5c k ആണെന്നുണ്ടെങ്കിൽ c എന്താണ്, k/5 ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന വാല്യൂസിൽ അതായത് k/2 ഈസ് ടു k/4 ഈസ് ടു k/c അല്ലെ, സോറി k/c അല്ല, k/5. ഈ വാല്യൂസിൽ ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി എന്ന് പറയാലോ. ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. അപ്പം 2 4 c ഇതിന്റെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 2 4 5 LCM നമ്മൾ എടുക്കുക. 2 4 5 LCM എടുക്കുക, എന്നിട്ട് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്ത് കിട്ടും, a is equal to b is equal to c എന്നുള്ളത് വാല്യൂസ് കിട്ടും. ഇതിന്റെ റേഷ്യോസ് നമുക്ക് കിട്ടും. 5 എടുക്കുകയാണ്, ഗ്രേറ്റർ നമ്പർ 5 എടുക്കുകയാണ്. 5 എന്താണ്, ഫുള്ളി ഡിവിസിബിൾ അല്ല. അതിന്റെ അടുത്ത മൾട്ടിപ്പിൾ 10 എടുക്കുകയാണ്. 10 എന്താണ്, 4 ഫുള്ളി ഡിവിസിബിൾ അല്ല. 15 എടുക്കുമ്പോഴും ഫുള്ളി ഡിവിസിബിൾ അല്ല. 20 എടുക്കുമ്പോൾ ഫുള്ളി ഡിവിസിബിൾ ആണ്. 2 ഫുള്ളി ഡിവിസിബിൾ ആണ്. 4 5 ഫുള്ളി ഡിവിസിബിൾ ആണ്. 5 ഫുള്ളി ഡിവിസിബിൾ ആണ്. അപ്പൊ ഇതിനെ ഈ പറയുന്ന 20 ആണ് എന്ത്, 2 4 5 LCM ലസാഗു. അതുകൊണ്ട് ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോറി, 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത പേജിൽ എഴുതുമ്പോൾ k/2 into 20 is to k/4 into 20 is to k/5 into 20. അപ്പൊ ഇത് 10, ഇത് 5, ഇത് 4. അതെ, 10:5:4 ആണ് ആൻസർ. 10:5:4 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സോ ഇതിൽ LCM എങ്ങനെ കാണാന്നുള്ളത് നമ്മളെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അതൊക്കെ പോയി കാണാം. അതുള്ള കൂടുതൽ വീഡിയോസിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സോ ബൈ.